വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ലോകം ഇന്ന് ഒരു ആഗോള ഗ്രാമമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കൈവിരലിൻ്റെ തുമ്പ് ഒന്ന് അനക്കിയാൽ ഏത് വിവരശേഖരണവും സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മുമ്പ് അക്ഷരമറിയത്തില്ലാത്തവൻ നിരക്ഷരനായിട്ടും വിദ്യാധീനനായിട്ടുമൊക്കെ അറിയപ്പെടുമ്പോൾ ഇന്ന് കമ്പ്യൂട്ടർ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഒത്തിരിയേറെ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടിയാണ് നടക്കുന്നത്. നമുക്കറിയാം, മുൻപൊക്കെ വിദ്യാഭ്യാസം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകവും രണ്ട് ബുക്കും ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും. എന്നാൽ ഇന്ന് കാലം മാറി ഒത്തിരിയേറെ സാങ്കേതിക വിദ്യകളുടെ വിവര സാങ്കേതിക വിദ്യകളുടെ കാലഘട്ടമാണിത്. ഈ വിവര സാങ്കേതിക വിദ്യകളൊക്കെ വളരെ കാര്യക്ഷമമായി വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ പോലെയുള്ള അധ്യക്ഷനും സെന്റ് ജൂഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റുമായ ശ്രീ ജോസ് മണിയങ്ങാട് അവരുടെ, ഇവിടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ബഹുമാന്യനായ വർഗീസ, ഈ ക്ലാസ് നയിക്കുന്ന ടോംസ, മറ്റ് അധ്യാപകരെ, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ഇന്നത്തെ ഈ ക്ലാസിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ജൂൺ മാസം നമ്മുടെ സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, പ്രൊജക്ടറുകൾ, പ്രിന്റർ, സ്കാനർ, ഹാൻഡി ക്യാം, ജനറേറ്റർ തുടങ്ങിയ അത്യാധുനിക ICT ഉപകരണങ്ങൾ വരെ ഇന്ന് വികസിച്ചു. ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന് ഡിജിറ്റൽ സൂപ്പർ ഹൈവേ ആക്കി ഉയർത്താനുള്ള ശ്രമങ്ങൾ നാം തുടങ്ങിക്കഴിഞ്ഞു. 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ IT നിർബന്ധ പാഠ്യ വിഷയമാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇതോടൊപ്പം UP തലത്തിലും 5, 6, 7 ക്ലാസ്സുകളിൽ ICT പഠനം കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്നുറപ്പിക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ഒന്നിച്ച് ശ്രമിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾക്കും ICT ബോധവൽക്കരണം നൽകുക, ICT സാക്ഷരത നൽകുക എന്നുള്ളത് ITS സ്കൂളിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അതിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുന്നത് ബോധവൽക്കരണ പ്രവർത്തനം. തീർച്ചയായും ഇതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടറിനെ കുറിച്ചും ഇന്റർനെറ്റിനെ കുറിച്ചും ഇൻഫർമേഷൻ ടെക്നോളജിയെ കുറിച്ചും മാത്രമല്ല, ഈ സംവിധാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ രൂപത്തിൽ ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കാൻ, അത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ്. അങ്ങനെ നിങ്ങൾ കൂടെ ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമാകുമ്പോൾ സാർത്ഥകമായ ഒരു ICT അധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു നമ്മുടെ പൊതു വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പുതിയ മുഖം നൽകാൻ നമുക്ക് കഴിയും. ആ ശ്രമത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളികളാണ്. നമുക്ക് തന്നിരുന്ന വീഡിയോയുടെ ഗ്രാഫിക്സ് അവസാനിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്കൂളിലെ സാഹചര്യങ്ങൾ നമുക്കിവിടെ വളരെ
എൻ്റെ കർത്തവ്യം നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നതാണ്. ഇന്ന് ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഈ കമ്പ്യൂട്ടർ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയും നമുക്ക് വേണ്ടി നല്ല സന്ദേശം നൽകുകയും ചെയ്ത ഫാദർ തോമസ് തടത്തിലച്ഛന് എൻ്റെയും IT ക്ലബിൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിച്ചിരുന്നു. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റ് ജോസ് മണിയങ്ങാട് സാറിനാണ് നന്ദി പറയേണ്ടത്. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുകയും നമുക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ പങ്കെടുക്കുകയും ചെയ്ത ജോസ് മണിയങ്ങാട് സാറിന് എൻ്റെയും IT ക്ലബിൻ്റെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു. അടുത്തതായി നിങ്ങൾക്കിടെ ക്ലാസ് സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ടോം ജോസ് സാറിനും